ഇത്രയും കാലം പിണറായി ഈ ഒരു ഈഴവ നായർ പ്ലസ് ദളിത് ഹിന്ദു സെക്കുലർ വോട്ടിൻ്റെ ഒരു എന്താണ് പറയുക ഒരു 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 തരത്തിൽ കലക്റ്റീവായിട്ടാണ് ജയിച്ചുകൊണ്ടിരുന്നത് VSൻ്റെ കാലം വരെ. പക്ഷെ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 5 വർഷം കഴിയുമ്പോൾ പ്രതിപക്ഷത്ത് കൊണ്ടിരുന്നു എന്തൊക്കെ ചെയ്താൽ. പിണറായി അതിനെ മറിച്ചത് അഡീഷണലായിട്ട് അതുവരെ കൂടെ കൂട്ടാതെ ഇരുന്ന വിശ്വാസികളായ മലപ്പുറം സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവന്നു വിശ്വാസികളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു. KS മനോജിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇപ്പോൾ അബ്ദുൾ റഹ്മാനെ കൊണ്ടുവന്നു. അതിൻ്റെ മുൻപ് ജലീലിനെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു. ആ വിഭാഗത്തിൻ്റെ കൂടി, അതായത് മുസ്ലിം ലീഗ് പോരാ എന്ന് വിചാരിച്ച് കിടക്കുന്ന കുറച്ച് കമ്മ്യൂണൽ സ്വഭാവമുള്ള മുസ്ലിങ്ങളെയൊക്കെ, അല്ലെങ്കിൽ മലബാറിൽ ഈ ലീഗിൻ്റെ അതിപ്രസരം കൊണ്ട് റെപ്രസെൻറ്റേഷൻ കിട്ടാതെ പോകുന്ന കോൺഗ്രസ് മുസ്ലിങ്ങളെ, അതാണ് അബ്ദുൾ റഹ്മാൻ, അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂരെ MLA ആയിരുന്നു അൻവറൊക്കെ, അങ്ങനെയുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഒരു അഡീഷണൽ 5% വോട്ട് കൂടി CPM-നെ ചേർക്കാൻ അദ്ദേഹത്തിന് പറ്റി. പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്നൊരു വില പല ലോക്സഭാ ഇലക്ഷനുകളിലും നമ്മൾ കണ്ടു. ഈഴവ സ്വാധീനമുള്ള നല്ല ഈഴവ സ്പിരിറ്റുള്ള മേഖലകളിൽ, പാർട്ടി സ്പിരിറ്റുള്ള ആറ്റിങ്ങൽ നിയോജകമണ്ഡലം, തിരുവനന്തപുരം, അതല്ലെങ്കിൽ തൃശ്ശൂർ നിയമസഭാ നിയോജകമണ്ഡലം, മലബാറിലെ പല നിയോജകമണ്ഡലങ്ങളും, ഒരു ആകെവട്ടം ജയിക്കേണ്ട ഒരാവശ്യം അവിടെ അല്ല. LDF വളരെ പിന്നോട്ട് പോയി. മലബാറിൽ കോൺഗ്രസിന് ഗുണം കിട്ടി, തെക്ക് കോൺഗ്രസിന് പ്ലസ് BJPക്ക് അതിന് ഗുണം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് CPM-ൻ്റെ വോട്ട് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം. ചില കമ്മ്യൂണലായിട്ടുള്ള മദിനിയായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് പോലെയുള്ള, അല്ലെങ്കിൽ അവിടെ ഹമാസ് കാണിച്ച തോന്നിയാസത്തിന് ന്യായീകരണം കൊടുക്കുന്ന രീതിയിൽ സ്ത്രീകളുടെയും കുട്ടികൾക്കും അവിടെ കൊല്ലുന്നതിന് നമ്മൾ എതിരാണ്. ഹമാസാണ് അത് ഉയർത്തി കണ്ടണം. അതില്ല. എന്നിട്ട് ഈ പരിപാടി മൊത്തം നടത്തുന്ന ഒന്നും കോഴിക്കോടല്ല, മലപ്പുറത്ത്, തിരുവനന്തപുരത്ത് നടത്തിയില്ലല്ലോ. ഇല്ല. ഇത് ഈഴവരുടെ ഇടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ നിങ്ങളുടെ അമ്മേനെ അച്ഛനൊക്കെ പോലെ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് തല വെട്ടിയാലും കമ്മ്യൂണിസ്റ്റ് ആകെ ചാവും എന്ന് വിചാരിച്ച് നാളെ ആളൊന്നല്ല ലിയോ രാധാകൃഷ്ണൻ്റെ മോൻ. നിങ്ങൾ കേസ് ബേസ്ഡ് ആയിട്ട് നിലപാടെടുക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളുടെ മോനും ഒക്കെയാണ് ഇപ്പോഴത്തെ ഭൂരിപക്ഷം. അച്ഛനും അമ്മേൻ്റെ കാലഘട്ടം അന്നായിരുന്നു. അവരെന്തിനാ പാർട്ടി തന്നെ നിൽക്കുള്ളൂ. അവർ ഈ ഒരു ജനറേഷൻ താഴെ ജനറേഷൻ അവരത് ടേക്കൺ ഫോർ ഗ്രാൻഡഡായി എടുത്തില്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. അതാണ് അതിൻ്റെ പ്രശ്നം. ആ സമയത്താണ് ഈ തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള തലക്കെട്ടുകാരന്മാരുടെ ആവശ്യങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ട് സ്കൂളിലെ സമയം മാറ്റുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥ മാറണമെന്ന് തോന്നില്ല ആ പാർട്ടിക്ക് ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് ശിവൻകുട്ടിയൊക്കെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ ന്യൂനപക്ഷ വോട്ടുകൾ നാളെ നിങ്ങൾ ശക്തമായ സെക്കുലർ നിലപാടെടുത്താൽ ഉറച്ചു പോകും. അവരുടെ സെക്കുലറിസം എന്ന് വെച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കുലറിസം. ഓക്കെ. ആൻറ്റി ഹിന്ദു നിലപാടെടുക്കുക എന്നുള്ള അവരുടെ സെക്കുലറിസം. അവരുടെ സെക്കുലറിസം വേറെ ഒന്നുമല്ല. പ്രോ മുസ്ലിം ആവുക എന്നുള്ളതും പ്രോ ക്രിസ്ത്യൻ ആവുക എന്നുള്ളതും അവർക്ക് സെക്കുലറിസം. അത്തരത്തിലൊരു മാറ്റം അതാണ് ഈ രണ്ട് സമുദായങ്ങളെ സെക്കുലറിസം അതാണ്. അല്ല നിങ്ങളിപ്പോൾ ഹിന്ദുക്കൾ കാണുന്ന പോലെ എല്ലാവരെയും മനുഷ്യന്മാരായി കാണുന്ന സെക്കുലറിസം അല്ല അവരുടേത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഇങ്ങനെ നിലപാടെടുത്ത സമയത്ത് സെക്കുലർ ആയിട്ടുള്ള ഹിന്ദുക്കൾക്ക് അതൊരു പ്രശ്നം. BJP ആണെങ്കിൽ വരൂ മക്കളെ എന്നൊക്കെ പറഞ്ഞാൽ മുരളീധരനെ പോലുള്ള ഈഴവ നേതാക്കന്മാരൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. മുരളീധരൻ മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ. അവരുടെ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 3 ഫേസ് മുരളീധരൻ, സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഈഴവരാണ്. ഇനി നമ്മുടെ വേറെ പല നേതാക്കന്മാരും കല്യാണം കഴിച്ചിരിക്കുന്നത് ഈഴവ പെൺകുട്ടികളെയാണ്. അവരുടെ ഇടയിൽ ജാതി ഇല്ലാത്തതുകൊണ്ട് അവരെ പറയാത്തതാണ്. എനിക്കറിയാം. പലരും കല്യാണം കഴിച്ചിരിക്കുന്നത് ഈഴവ പെൺകുട്ടികളെയാണ്. ഇത് ഉള്ളിലറിയാം. ഇപ്പോൾ SNDP തൃശ്ശൂർ ഇലക്ഷൻ എടുത്ത നിലപാട് ഈഴവനെ സഹായിക്കണമെന്ന രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്ര വെള്ളാപ്പള്ളിക്ക് സുരേഷ് ഗോപിന് താല്പര്യമില്ല. അയാൾ സിനിമക്കാരൻ എന്നൊക്കെ അതിനും പറയില്ല. ഇങ്ങനെ PC ജോർജും പറയും അയാൾ സിനിമക്കാരൻ. പക്ഷേ അവിടെ ഈഴവർ വോട്ട് ചെയ്തവർക്ക് ക്രിസ്ത്യാനികൾ വോട്ട് മാത്രമല്ല, അവിടെ ഒരു വലിയ ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരാളുടെ മെജോറിറ്റി എന്ന് തോന്നുന്നു.